ഒരു വമ്പൻ ബില്ല് ഉടൻ തന്നെ എന്ന സൂചന നൽകിക്കൊണ്ട് ദില്ലിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ലോ കമ്മീഷന്റെ 23ാം ലോ കമ്മീഷൻ വിജ്ഞാപനം ചെയ്തിരിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ, അതായത് 2024 സെപ്റ്റംബർ 1 മുതൽ ഓഗസ്റ്റ് 31, 2027 വരെയുള്ള ലോ കമ്മീഷൻ പുതിയ അംഗങ്ങളെക്കുള്ള വിജ്ഞാപനമാണ് ഇറക്കിയിരിക്കുന്നത്. 22ാമത്തെ ലോ കമ്മീഷൻ്റെ കാലാവധി കഴിഞ്ഞ ഉടൻ, അതായത് ആഗസ്റ്റ് 31 കഴിയുകയും തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ ലോ കമ്മീഷൻ്റെ വിജ്ഞാപനം ഇറക്കുകയും ചെയ്തു. ഇതാണ് കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകിയിരിക്കുന്നത്. ഈ പാനൽ, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ലോ കമ്മീഷൻ്റെ പാനൽ എന്ന് പറയുന്നത് ഫുൾ ടൈം, അതായത് മുഴുവൻ സമയവുമായ ഒരു ചെയർപേഴ്സൺ, മുഴുവൻ സമയം പ്രവർത്തനത്തിലുള്ള 4 അംഗങ്ങൾ, നിയമകാര്യ വകുപ്പ് സെക്രട്ടറി, എക്സ് ഒഫീഷ്യൽസ് അംഗം, ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി, ഒപ്പം തന്നെ 5 അംഗങ്ങൾ കൂടി അടങ്ങുന്നതാണ് ഈ ലോ കമ്മീഷൻ. ഇവരുടെ ഇപ്പോഴത്തെ പ്രധാന ദൗത്യം ഏകീകൃത സിവിൽ കോഡിൻ്റെ നിയമനിർമ്മാണത്തിൻ്റെ ഉതകുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ടാണ്. 22ാം ലോ കമ്മീഷൻ ഇത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള നീക്കങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് ഉള്ളത് വർഗീയമായ സിവിൽ കോഡാണ്, ഇനി നമുക്കതിൻ്റെ ആവശ്യമില്ല, മതേതര സിവിൽ കോഡ് അനിവാര്യമാണ്. മതേതര സിവിൽ കോഡ് എന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡ്, എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം തന്നെ വരുന്ന സിവിൽ കോഡ്. കഴിഞ്ഞ 14 മാസമായി 22ാമത് നിയമ കമ്മീഷൻ പാർട്ടികളുടെയും മതസാമൂഹ്യ സംഘടനകളുടെ എല്ലാം അഭിപ്രായം ശേഖരിക്കുകയായിരുന്നു. അത് 80 ലക്ഷത്തോളം അഭിപ്രായങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഈ 22ാം ലോ കമ്മീഷൻ കഴിഞ്ഞില്ല, അതിൻ്റെ കാലാവധി കഴിയുകയും ചെയ്തു. ഇനി വരുന്ന ലോ കമ്മീഷൻ ആയിരിക്കും ഇതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതോടുകൂടി തന്നെ ഏകീകൃത സിവിൽ കോഡ് അധികം വൈകില്ല, അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിലേക്ക് അത് ഉണ്ടാകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് വരുന്നത്. ശക്തമായി തന്നെ ഉള്ള ഒരു സൂചന. കാരണം ഈ 22ാമത്തെ ലോ കമ്മീഷൻ്റെ കാലാവധി തീരുമ്പോൾ തന്നെ തൊട്ട് അടുത്ത, അതായത് 24 മണിക്കൂർ തികയും മുമ്പ് തന്നെ 23ാമത് ലോ കമ്മീഷനുള്ള വിജ്ഞാപനം നടക്കുന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തായാലും മുൻപോട്ട് പോവുകയാണ്. 2014 മുതൽ BJP നടപ്പാക്കുമെന്ന് പറയുന്ന ഒരു സുപ്രധാന ബില്ലാണ് ഏകീകൃത സിവിൽ കോഡ്. ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നൽകിയ സൂചനകൾ അനുസരിച്ച് ഇനി അത് മുൻപോട്ട് പോകുക അസാധ്യവുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.